നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിശ്വനാഥ, വിശ്വനാഥൻ എവിടെ? ഇവിടെ ഉണ്ട്. എന്താ? എന്താ പുതിയ വല്ല കള്ളക്കഥയും കൊണ്ടുവന്നതാണോ? അവനെവിടെയാടാ? സുനീഷ്. സുനീഷോ? ഏത് സുനീഷ്? നിനക്ക് ഏതൊക്കെ സുനീഷിനെ അറിയാം? നേര് പറയടാ, നീ എവിടെയാടാ ഒളിപ്പിച്ചിരിക്കുന്നത്? ഇറക്കി വിടറാ അവന്. ഇയാൾ എന്തുവാടോ ഈ പറയുന്നത്? ഞാൻ അവൻ എവിടെ കയറ്റി ഒളിപ്പിക്കാനോ? നല്ല കാര്യമായി. എടോ, അവൻ എന്റെ പരമശത്രുവാ. പണ്ടൊരു അബദ്ധം പറ്റി എന്റെ പെങ്ങളെ ഞാൻ അവന് കെട്ടിച്ചു കൊടുത്തതാ. അത് നേരാ. പക്ഷെ പിന്നീട് ഞാൻ ആ അബദ്ധം തിരുത്തുകയും ചെയ്തു. അല്ല, അവളിപ്പോ എന്റെ പെങ്ങളും അല്ലല്ലോ. തന്റെ മകളാണെന്ന് പറഞ്ഞ് താൻ അവളെ പിടിച്ചു വച്ചിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ബന്ധവും ഇല്ലല്ലോ. പിന്നെ താൻ എന്തിനാടോ അവനെ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? എടോ, തന്റെ മരുമോനെ കാണാതെ പോയാൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കാണ്. അതിനിവിടെ വന്ന് ഞങ്ങളുടെ പെക്കെട്ട് കയറിയിട്ട് കാര്യം എന്താ? കാവേരി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എന്താ, ഇവനെ പിടിച്ചിട്ടാണോ? അല്ല, സുനീഷ് എവിടെയാണെന്ന് അറിയാത്തോണ്ട. എത്രയും പെട്ടെന്ന് അവനെ കണ്ടു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ? കാവേരി പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. കാരണം മാണിക്യമംഗലത്തെ ആണുങ്ങളെ പോലെ നെറിയിട്ടവരല്ല ഇവിടുത്തെ പെണ്ണുങ്ങള്. വാക്കിന് വിലയുള്ളവരാ. നീ പറഞ്ഞത് വിശ്വസിച്ച് തൽക്കാലം ഞാൻ പോവാ. എന്റെ വിശ്വാസം നീ തകർക്കരുത്. എന്താ നോക്കുന്നേ? പഴയതുപോലെ അവിഹിതം ആരോപിക്കാനാണോ? അല്ല, എന്റെ വാക്ക് വിശ്വസിച്ച് ചെട്ടിയാർ പോയതുകൊണ്ട് ചോദിച്ചത്. നേര് പറ, സുനീഷിനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നു. ഇല്ല, சொல்லுங்க. ഈശ്വരാ, ഇതാ ചെട്ടിയാരുടെ കാറല്ലേ? ഈ കാലമാണ് ഇങ്ങോട്ട് കിട്ടിയെടുത്തത്. അനുപേർക്ക് അമ്മേ, എനിക്കുന്നു. നാളേക്ക് വന്ന് சேரும். ஆமா. ஓ, இது வந்து அப்புறமே பேசிக்கலாம். എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഓ, പരമസുഖം. എന്താ ഭൂമി വണ്ടിയിടറാ. എന്താ ഇവിടെ ഒരു ഒച്ച കേട്ടത്? ആ, ചെന്ന് നോക്ക്.
അയ്യോ അജയ എടാ 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 മോനെ അജയ അജയ എടാ എടാ കണ്ണു തുറക്കടാ എന്താ എന്താ എന്ത് പറ്റി ഏട്ടൻ ഒന്നുമില്ല. തലയൊന്ന് കറങ്ങിയ പോലെ. അയ്യോ ആശുപത്രിയിലെല്ലാം പോണോടാ? വേണ്ട, ഇപ്പൊ മാറി. എന്നാലും ഇത് വല്ലാത്ത തലകർക്കായി പോയല്ലോടാ. തമിഴ്നാട് കാറ്റടിച്ചതാ. അതൊക്കെ നടക്ക നീ ഒന്ന് ചോദിക്കട്ടെ. എടാ നീ എന്തിനാടാ ഞാൻ ആവശ്യമില്ലാതെ കറങ്ങി നടക്കുന്നത്? പണ്ടായിരുന്നെങ്കിൽ കമ്പനി ആവശ്യമെന്ന് പറഞ്ഞായിരുന്നു വായി നോട്ടം. ഇപ്പൊ എന്ത് കമ്പനി? അല്ല ശരിക്കും നീ എവിടെ പോകുന്നതാ? ഏട്ടാ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. നിനക്ക് മാത്രം എവിടെ നിന്നാടാ ഇത്രയും കൂട്ടുകാര്? ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ? എടാ എന്നിട്ട് യവന്മാരെ കൊണ്ടെന്തെങ്കിലും നിനക്ക് കാൽ കാശിന്റെ പ്രയോജനം ഉണ്ടോ? പ്രയോജനം ഉണ്ടാവും ഏട്ടാ. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ശ്രമം? താണ്ടെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കല്ലേ. ഈ ഡാൻസ് മത്സരം ഒന്ന് വിജയിച്ചാ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് കരുതിയാ മതി. കേൾക്കുമ്പോ ആൾക്കാർക്ക് ഒരു തമാശയൊക്കെ തോന്നുമെങ്കിലും ഇതിന്റെ ഗൗരവം വളരെ വലുതാണ്. എടാ ഇങ്ങനൊരു അവസരം പാഴാക്കി കളഞ്ഞ നാളെ ചരിത്രം എന്നെ ലോക പൊട്ടനെന്ന് വിളിക്കും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? ഡാൻസ് പഠിക്കേണ്ടത് ഏട്ടനല്ലേ? ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. ഞാൻ കൂടെയല്ലേ നിൽക്കുന്നത്. പക്ഷേ നിന്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് പാളി പോകുന്നുണ്ട്. അത് ഏട്ടന് വെറുതെ തോന്നുന്നതാ. എന്റെ ശ്രദ്ധ ഏട്ടന്റെ കൂടെ മാത്രം. എടാ പക്ഷേ അത് എനിക്കൂടെ തോന്നുന്നുണ്ടേടാ. ഇനി എന്നോട് പറയാതെ നീ എങ്ങോട്ടും പോവാൻ പാടില്ല, കേട്ടല്ലോ? ഇല്ലില്ല, പോകില്ല. പോകില്ല, പോരെ? എന്നാ ശരി, നീ കുറച്ചു നേരം പോയി വിശ്രമിക്ക്. നല്ല തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? ശരി. എന്തമ്മേ, എന്തൊരു വേദന! കിളവൻ ഇത്ര പവറോ? ഇതേതാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. പുതിയ വല്ല തല്ലുമായിരിക്കും. ഹലോ, ഹലോ, ആ ചേട്ടനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല, ആരാ? ഞാനാ ചേട്ടാ, കാർത്തിക. കാർത്തികയോ? ഏത് കാർത്തിക? അത് ശരി, അപ്പൊ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നു അല്ലേ? മറന്നതല്ല, എന്നാലും എവിടെയോ ഒരു അതിന്റെ പേരാ മറവിന്ന്. എന്റെ അജയേട്ടാ, നമ്മളന്ന് ബിഗ് ബസാറിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ, അബുദാബിയിലുള്ള? ഓ മൈ ഗോഡ്, നമ്മുടെ രാമദാസൻ പരിചയപ്പെടുത്തിയ കാർത്തിക. അതെ അതെ. അല്ല, കാർത്തിക എന്താ ഇപ്പോ? എനിക്ക് അജയേട്ടനൊന്ന് കാണണം.